കുട്ടികൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. പരിസ്ഥിതി ഇക്കോളജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ശാസ്ത്രവും പരിസ്ഥിതിയും എന്ന ഈ പാഠഭാഗത്ത് ഇന്ന് സമൂഹം നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രകൃതി ചൂഷണത്തെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ സമീപനത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നും വേദങ്ങളെ മുൻനിർത്തി വിശദീകരിക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. വേദങ്ങളിലെ ദർശനങ്ങളിൽ പ്രകൃതിയെ ദൈവമായി കാണണമെന്നും ആരാധിക്കണമെന്നുമാണ് ഉപദേശിക്കുന്നത്. നമുക്ക് എത്ര വേദങ്ങളുള്ളത് നമുക്കറിയാം. എത്ര എണ്ണം? 4 വേദങ്ങളാണ് അല്ലേ? യജുർവേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം ആൻഡ് അഥർവവേദം അല്ലേ? ഇതിൽ യജുർവേദത്തിലും ഋഗ്വേദത്തിലും അഥർവവേദത്തിലും എന്തൊക്കെയാണ് പ്രകൃതിയെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഓരോ സെക്ഷനായിട്ട് പറയുന്നത്. അത് യജുർവേദത്തെക്കുറിച്ചും ഋഗ്വേദത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും അഥർവവേദത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും ഓരോ സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ നോക്കാം അല്ലേ? യജുർവേദത്തിൽ ആകാശം, ഭൂമി, വൃക്ഷങ്ങൾ, ജലം, ഔഷധികൾ തുടങ്ങിയവയിൽ സമാധാനം എന്നും നിലനിൽക്കട്ടെ എന്നും ആ സമാധാനം മനുഷ്യരിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുമെന്നും നല്ലതും ശ്രേയസ്കരമായതും മാത്രം കേൾക്കുകയും അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് എന്നും എങ്കിൽ മാത്രമേ ധർമ്മം നിലകൊള്ളുകയുള്ളൂ എന്നും ധർമ്മത്തിൻ്റെ ക്ഷയം സംഭവിച്ചാൽ മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കാനിടയാകും എന്ന് എല്ലാമാണ് യജുർവേദത്തിൽ പറയുന്നത്. യജുർവേദത്തിൽ ശാന്തിപദ് എന്ന് പറയുന്ന ഭാഗത്ത് 36-17 ആ ഒരു ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ഒരു ട്രാൻസ്ലേഷനായിട്ട് തന്നിട്ടുണ്ട്. അതായത് സംസ്കൃതത്തിലായിരിക്കും യജുർവേദങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു സെക്ഷനാണ് ഇനി അടുത്ത് പറയുന്നത്. യജുർവേദത്തിലെ ശാന്തിപദത്തിൽ 36-17 ഭാഗത്തിൽ പറയുന്നത് ലോകത്തിലെ എല്ലായിടത്തും സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഓരോ മനുഷ്യാത്മാവിനും സമാധാനം നൽകുന്ന വിധത്തിലാണ് യജുർവേദത്തിലെ ഓരോ വാക്കുകളും നൽകിയിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നത് ആകാശം നമുക്ക് സമാധാനം നൽകട്ടെ, അതേപോലെ കടലും നമുക്ക് സമാധാനം നൽകട്ടെ. ആകാശം നമ്മെ സമാധാനം കൊണ്ട് പൊഴിക്കട്ടെ, അല്ലെങ്കിൽ ഭൂമിയിൽ സമാധാനം ഉണ്ടാവട്ടെ. ഭൂമി മാതാവ് നമുക്ക് സമാധാനം വാരിക്കോരി നൽകട്ടെ. വെള്ളത്തിനും സമാധാനം ഉണ്ടാകട്ടെ. വെള്ളത്തിന് സമാധാനം ഉണ്ടാകുമ്പോൾ വെള്ളം നമ്മയും ഉന്നതിയിലെത്തിക്കട്ടെ. ഔഷധ സസ്യങ്ങൾ സമാധാനത്തിൽ ഉണ്ടാകട്ടെ, എങ്കിലേ ഔഷധ സസ്യങ്ങൾ നമ്മൾക്കും സമാധാനം നൽകുകയുള്ളൂ. അതേപോലെ മരങ്ങളും വൃക്ഷങ്ങൾക്കും എല്ലാത്തിനും സമാധാനം ഉണ്ടാകട്ടെ, എങ്കിലേ ലോകത്തിലെ ദേവതകളും സമാധാനം ഉണ്ടാകുന്നതോടുകൂടി അവരും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴികൾ കണ്ടുപിടിച്ചു തരുമെന്നും പറയുന്നു. ഡോക്ടർ തുളസിറാമിൻ്റെ അഭിപ്രായത്തിൽ ഭദ്രമോ നല്ലതോ ആയത് മാത്രമേ കേൾക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യാവൂ എന്നാണ് പാരമ്പര്യം നമ്മളോട് പറഞ്ഞു തരുന്നതെന്നും ധർമ്മം എന്ന് പറയുന്നത് പ്രധാനമാണെന്നും ധർമ്മം ക്ഷയിക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നും കപിലവാത്സ്യായൻ്റെ അഭിപ്രായത്തിൽ ധർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഹിന്ദു ഗ്രന്ഥവുമില്ല. അത് നമ്മെ നിഷ്ക്രിയമായിരിക്കാനും ലോകാവസാനത്തെ ഒരു ജീവിത നിഷേധ തത്വചിന്തയോടെ സ്വീകരിക്കാനും ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യർ ജീവിത നിലവാരം ഉയർത്തണമെന്ന കാഴ്ചപ്പാടിൽ പല ഹിന്ദു ഗ്രന്ഥങ്ങളും ഉറച്ചു നിൽക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സന്തോഷത്തിനും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ശാന്തിപദത്തിലെ മുകളിൽ പറഞ്ഞ വാക്യം പല ഹിന്ദു ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ അതേപോലെ തന്നെ വീടുകളിലും ഉച്ചരിക്കപ്പെടുന്നവയാണ്. ഇതാണ് നമുക്ക് യജുർവേദത്തിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ശാന്തിപദ് ഇൻ ദ യജുർവേദത്തിൽ ശാന്തിപദത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് അല്ലേ? അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും എല്ലാം പറയുന്നത്. എല്ലാം വളരെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ നമുക്കും ഓരോന്നും സമാധാനത്തിലാണെങ്കിൽ അതിനനുസരിച്ച് അതിനോട് ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനും അതേ സമാധാനം കിട്ടുള്ളൂ എന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ ഈസ് ദ ശാന്തിപദ് റിസൈറ്റഡ് ആൻഡ് വൈ? എവിടെയാണ് ശാന്തിപദത്തിലെ വാക്കുകൾ എവിടെയാണ് ഉച്ചരിക്കുന്നത് കേൾക്കുന്നത്? ആ ഒരു മന്ത്രങ്ങൾ കേൾക്കുന്നത് എവിടെയാണ്? അമ്പലങ്ങളിലും ടെമ്പിൾസ്, ഹോംസ് ആൻഡ് റിച്വൽസ് അല്ലേ? റിച്വൽ പ്ലേസസിലൊക്കെ ആയിരിക്കും സമാധാനത്തിൻ്റേതായിട്ടുള്ള ശാന്തി മാർഗ്ഗങ്ങൾ കേൾക്കുക. അതേപോലെ എന്താണ് അതിൽ പറയുന്നത് കൂടുതലും? അതെന്തിനെക്കുറിച്ചിട്ടാണ് കൂടുതലും നമ്മളോട് പറയുന്നത്? മൈൻഡ്ഫുൾനെസ് ഓഫ് അവർ ഡ്യൂട്ടി, അല്ലെങ്കിൽ ധർമ്മ ടു നേച്ചർ ഹാർമണി. ആരോടുള്ള ധർമ്മമാണ് നമ്മൾ പാലിക്കേണ്ടത്? നേച്ചറിനോട്, പ്രകൃതിയെ ചൂഷണം ചെയ്യാതെയും പ്രകൃതിയെ നല്ല രീതിയിൽ നോക്കുകയും പ്രകൃതി ക്ഷോഭങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിൽ. കാരണം മനുഷ്യൻ പ്രകൃതിയോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചായിരിക്കും പ്രകൃതി മനുഷ്യനോട് പെരുമാറുക എന്ന ഒരു തത്വമാണ് നമുക്ക് വേദിക്കിൽ ഈ ഒരു യജുർവേദത്തിൽ നമ്മളോട് ശാന്തിപദത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ഋഗ്വേദയിൽ എന്താ പറയുന്നത് നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഋഗ്വേദത്തെക്കുറിച്ചാണ്. ഋഗ്വേദത്തിൽ പറയുന്നത് സകല സൃഷ്ടികളുടെയും അടിസ്ഥാനം പഞ്ചമഹാഭൂതങ്ങളാണെന്നാണ് പറയുന്നത്. പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു, ജലം, അഗ്നി, ഭൂമി, ആകാശം ഇവയെല്ലാമാണ്. ഇവയെല്ലാം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ? മനുഷ്യൻ്റെ ജനനം, ആരോഗ്യം, രോഗം, ജീർണത, കൂടാതെ ഭക്ഷണം, ചലനം, ഭാവങ്ങൾ ഇവയെല്ലാം പഞ്ചഭൂതങ്ങളിലൂടെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിലും ഇവയ്ക്ക് പങ്കുണ്ടെന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. വിവിധ സന്ദർഭങ്ങളിൽ വനങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വനങ്ങൾ നിലനിൽക്കേണ്ടത് അന്തരീക്ഷത്തിലെ വിവിധ ഘടകങ്ങൾ നിലനിൽപ്പിന് ആവശ്യമാണെന്നും കാടുകളുടെയോ ജലസമ്പത്തുകളുടെയോ നാശം പ്രകൃതിയെ സാരമായി ബാധിക്കുമെന്നും വൃക്ഷങ്ങൾക്കും ഋഗ്വേദത്തിൽ ദൈവികമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് എന്നും വൃക്ഷം തന്നെയാണ് മാതാവ് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നദികൾ വിശുദ്ധമാണ്. സരസ്വതി, സിന്ധു തുടങ്ങിയവയും അതിൻ്റെ പോഷക നദികളായ സുശ്രുതി, പരുഷ്ണി, അശ്മിനി, വിഭാസ എന്നിവയും പരിശുദ്ധമായിട്ടാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. ഋഗ്വേദം നദികളെക്കുറിച്ചും ഒരു പൂർണ്ണ ഭാഗം സമർപ്പിക്കുന്നുണ്ട്. അത് നദിസ്തുതി സൂക്തം എന്നും അറിയപ്പെടുന്നുണ്ട്. നദികളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് നദിസ്തുതി സൂക്തം.
ജലം ജീവിതത്തിലെ അനിവാര്യ ഘടകമാണ്. അതിന് വിശുദ്ധിയും ഔഷധശക്തിയുമുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്ത സാഹചര്യങ്ങൾ ജലസമ്പത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. മഴയും കൃഷിയും വിളകളും മൃഗങ്ങളും പക്ഷികളും മറ്റ് ജീവജാലങ്ങളും എല്ലാം അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് പഞ്ചഭൂതങ്ങളാണ്. പ്രകൃതിക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ അത് മനുഷ്യരാശിയുടെ നാശത്തിന് തന്നെ കാരണമാകും. ഋഗ്വേദത്തിൽ അഗ്നിയെ ദൈവമായി കണക്കാക്കുന്നു. അഗ്നി ആത്മാവിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ജ്ഞാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും രൂപമായ ദൈവം അഗ്നിയാണ്. ഇതെല്ലാമാണ് ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്നത്. ഋഗ്വേദത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കൂടുതലും പ്രകൃതിയെക്കുറിച്ചും പഞ്ചതത്വങ്ങളെക്കുറിച്ചും എല്ലാമാണ് പറയുന്നത്. ഇതിൽ 1097 ഭാഗത്തെ വിവർത്തനം എന്ന് പറയുന്നത് സസ്യങ്ങളെക്കുറിച്ചാണ് അവിടെ കൂടുതലായിട്ടും പറയുന്നത്. അമ്മമാരെ ദേവതകളെയും എല്ലാവരെയും സസ്യങ്ങളോട് കൂടുതലായിട്ട് ഉപമിക്കുന്നു. കാരണം സസ്യങ്ങളുണ്ടെങ്കിലേ ഈ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് നിലനിൽക്കുകയുള്ളൂ. പരിസ്ഥിതി നിലനിന്നാലേ മനുഷ്യനും നിലനിൽക്കുകയുള്ളൂ. വിഷ്ണു, സൂര്യൻ, സവിത്രൻ, ആദിത്യൻ എന്നിവർ സൂര്യദേവതകളാണ്. ഉഷസ് പ്രഭാതത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു സ്ത്രീ ദേവത പുഷ്പം കൃഷിയെ പ്രതിനിധീകരിക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തർക്കും പൃഥ്വി മാതാവ് ഭൂമിയും വായു കാറ്റുമാണ്. സരസ്വതി, സിന്ധു നദികളും പിന്നീടുള്ള പോഷക നദികളായ വിഭാസ എന്നിവരും എല്ലാം നമ്മുടെ പ്രകൃതിയിൽ ഇണങ്ങി നിൽക്കുന്നവരാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മുടെ പ്രകൃതി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഈ ഒരു പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന് തന്നെ നാശമായിരിക്കും എന്നെല്ലാമാണ് ഈ ഒരു ഋഗ്വേദത്തിൽ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അഥർവവേദത്തെക്കുറിച്ചാണ്. അതിലെന്താ പറയുന്നത് നോക്കാം. അഥർവവേദത്തിലെ പൃഥ്വി സൂക്തത്തിൽ ഭൂമിയുടെയും പരിസ്ഥിതിയെയും മഹത്വത്തെക്കുറിച്ചുള്ള ശ്ലോകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഭൂമി സത്യത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ഇരിപ്പിടമാണ്. ഓരോ ജീവജാലങ്ങളെയും ഔഷധ സസ്യങ്ങളെയും കൃഷിയെയും സംരക്ഷിക്കുന്നതോടൊപ്പം വനങ്ങളുടെ വളർച്ചയ്ക്കും പുനരുദ്ധാരണത്തിനുള്ള ഊർജ്ജവും നൽകുന്നു. ഭൂമി ജലാശയങ്ങൾക്കും കായലുകൾക്കും സ്ഥലമൊരുക്കുന്നു. അഥർവവേദം ഭൂമിയോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും പ്രചരിപ്പിക്കുന്നു. എല്ലാ ജാതികളും വിശ്വാസങ്ങളും എല്ലാം ഒരുപോലെ പരിസ്ഥിതിക്കായി പ്രവർത്തിക്കണമെന്നാണ് അഥർവവേദത്തിൻ്റെ സന്ദേശം. പരിസ്ഥിതി സംരക്ഷിക്കുന്നവർക്ക് ദൈവിക അനുഗ്രഹവും സമാധാനവും ലഭിക്കും. നാം ഭൂമിയുടെ സന്തതികളാണ്. ആ ഭൂമിയുടെ സമൃദ്ധിയെയും അതിൻ്റെ സ്വത്വത്തെയും നിലനിർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും മനുഷ്യൻ്റെ അത്യന്തികമായ കടമയാണെന്നും അഥർവവേദത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വാട്ട് ഈസ് ദ സേക്രഡ് ഇമ്പോർട്ടൻസ് ഗിവൻ ടു ദ വാട്ടർ ഫ്രം ദി ഗംഗ ആസ് ഗംഗാജൽ? ഹൗ ഡു യു തിങ്ക്? ഗംഗാജലത്തിന് എന്തുകൊണ്ടാണ് എല്ലാവരും പുണ്യജലം എന്ന് പറയാൻ കാരണം എന്ത്? ഹൗ ഡു യു തിങ്ക് ഈസ് ഡിവോഷണൽ കൾച്ചറൽ ബിലീഫ് മേ ബി റീവിസിറ്റഡ് ടുവാർഡ്സ് പ്യൂരിഫൈയിങ് ദ ഗംഗ? ക്യാൻ യു ടേക്ക് സം ലെസൺസ് ഫ്രം ദ നമാമി ഗംഗ പ്രോഗ്രാം? ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത്? ഗംഗാജലം എന്ന പേരിൽ ഗംഗാജലത്തിന് നൽകുന്ന പവിത്രയും പ്രാധാന്യവും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗംഗ ശുദ്ധീകരണത്തിൽ ഈ ഭക്തി സാംസ്കാരിക വിശ്വാസം എങ്ങനെയാണെന്ന് പരിശോധിക്കണമെന്നും നിങ്ങൾ കരുതുന്നത്. നമാമി ഗംഗ പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് ചില പാഠങ്ങൾ പഠിക്കാനായിരിക്കുന്നു. അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹിന്ദുമതത്തിൽ ഗംഗാജലത്തെ വളരെ ശുദ്ധീകരണ രീതിയിൽ അല്ലെങ്കിൽ പാപങ്ങളെ ശുദ്ധീകരിക്കുന്ന മോക്ഷം നൽകുകയും ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഈ ഭക്തിയും വിശ്വാസവും ആചാരങ്ങളും വ്യാവസായിക മാലിന്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്? മലിനീകരണത്തിന് കാരണമായി തീരുന്നു. പൊതു അവബോധം എന്നിവയിലൂടെ നദിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് നമാമി ഗംഗെ പരിപാടിയുടെ ലക്ഷ്യം. പരമ്പരാഗത ആരാധനയെ ആധുനിക സംരക്ഷണത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ആചരണങ്ങളുമായി യോജിപ്പിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയാണത്. പ്ലാസ്റ്റിക് വഴിപാടുകൾ ഒഴിവാക്കുക, സമൂഹ പങ്കാളിത്തവും എന്നിവയെല്ലാം നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് നമാമി ഗംഗെ പരിപാടി. ഓക്കെ, ഇതിൽ വരുന്ന എസ്സേ ടൈപ്പ് അല്ല പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് വെറുതെ ഒന്ന് വായിച്ച് പോയാൽ മതി. 4 ക്വസ്റ്റ്യൻ്റെ ആൻസറും ഈ നമ്മൾ പറയുന്ന ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം.